ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉദയഗിരിയിൽ നിന്നും നിതിൻ ടോം കുടിപ്പാറയുടെ സാക്ഷ്യം. ഞങ്ങളുടെ മകൻ 5 വയസ്സ് മാത്രം പ്രായമുള്ള റൂബൻ ആഗസ്റ്റ് നിതിൻ എന്ന മകൻ നോർത്ത് ഫയർസ് എന്നു പേരുള്ള വളരെ അപൂർവമായ 70% വരെ മരണനിരക്കുള്ള രോഗം ബാധിച്ച് 9 ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 21 വരെ 41 ദിവസം ആംസ്റ്റർ മിമിക്സ് ഹോസ്പിറ്റലിന്റെ ICUവിലും അതിൽ തന്നെ 9 ഓഗസ്റ്റ് മുതൽ 26 ഓഗസ്റ്റ് വരെ 17 ദിവസം വെന്റിലേറ്ററിലുമായിരുന്നു. വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്ന കുഞ്ഞിന് സൗഖ്യം ലഭിക്കാൻ ബുദ്ധിമുട്ടാണെന്നും കുട്ടിയെ രോഗം അതിജീവിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണെന്നും അതിജീവിച്ചാൽ തന്നെ ഓർമ്മശക്തിയെയും ബുദ്ധിയെയും സാരമായി ബാധിക്കുമെന്നും എണീറ്റ് നടക്കാൻ സാധിക്കാത്ത വിധം കിടപ്പിലാകുമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ICUവിലുള്ള മറ്റൊരു കുഞ്ഞിന്റെ വല്യമ്മ പ്രിയപ്പെട്ട ലില്ലിക്കുട്ടി ചേച്ചി ആവിലാസത്തിനെ കുറിച്ചും റാപ്സൻ അച്ഛനെ കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ കുഞ്ഞ് ICUവിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ റാപ്സൻ അച്ഛനെ നേരിൽ പോയി കാണുകയും കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയും കുഞ്ഞ് സൗഖ്യം പ്രാപിക്കുന്നതോടെ ആവിലായിൽ വന്ന് കുഞ്ഞിനെയുമായി സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനവധി ദിവസങ്ങളിൽ റാപ്സൻ അച്ഛൻ ആരാധനയിൽ പ്രത്യേകം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശയായിരുന്നു. കുഞ്ഞ് സുഖപ്പെടുമെന്നും കുഞ്ഞിനായി വലിയ അനുഗ്രഹം വർഷിക്കപ്പെടുമെന്നും റാപ്സൻ അച്ഛൻ ഉറപ്പ് തന്നിരുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോയി ഡോക്ടർമാരുടെ എല്ലാം വിലയിരുത്തലുകളെയും തെറ്റിച്ചുകൊണ്ട് ഓർമ്മശക്തിക്കും ബുദ്ധിക്കും യാതൊരുവിധ തകരാറുമില്ലാതെ സാവധാനം കുഞ്ഞ് സൗഖ്യപ്പെടാൻ ആരംഭിച്ചു. പൂർണ്ണമായും കിടപ്പിലാകുമെന്ന് പറഞ്ഞ കുഞ്ഞിന് സ്വന്തമായി എണീറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ ഇപ്പോൾ സാധിക്കുന്നു. ലോകത്ത് റിപ്പോർട്ട് ചെയ്ത ഈ അസുഖത്തിൽ ഇത്ര വേഗം അതിജീവിച്ച കുട്ടികൾ ഉണ്ടാവാൻ ഇടയില്ല എന്ന് പറയുന്നതിനോടൊപ്പം ഡോക്ടേഴ്സ് കുഞ്ഞിന് ലഭിച്ച ഈ സൗഖ്യം വലിയൊരു അത്ഭുതമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ കണ്ണുനീരിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി. കുഞ്ഞിന് സൗഖ്യം നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു മാസം നമ്മുടെ തിരുനാളിനൊക്കെ മുമ്പുള്ള ആഴ്ചകളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മളൊരു റൂബൻ എന്ന് പറയുന്ന 5 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി പല ആഴ്ചകളിൽ പല ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ദിവസങ്ങളിലൊക്കെ കുഞ്ഞ് വെന്റിലേറ്ററിലും ICUവിലും ഒക്കെ ആയിരുന്നു. 17 ദിവസം വെന്റിലേറ്ററിലും 41 ദിവസം ICUവിലും ഒക്കെ കഴിഞ്ഞ കുഞ്ഞിനെ കുറിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞത്, കുഞ്ഞ് ഈ രോഗം അതിജീവിക്കാൻ സാധ്യതയില്ല. രോഗം അതിജീവിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പോ മുൻപിലെ 5 വയസ്സുള്ള കുഞ്ഞ് കൺമുൻപിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതിലൂടെ 17 ദിവസം വെന്റിലേറ്ററിൽ എന്ന് പറയുമ്പോൾ ആരെയും തിരിച്ചറിയാൻ കഴിയാതെ, അപ്പനെയും അമ്മയെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ, ഒരു ബോധവും ഇല്ലാതെ കുഞ്ഞിങ്ങനെ കിടക്കുകയും ഓരോ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഒരു അപസ്മാരം വരുന്നത് പോലെയുള്ള ഒരു രോഗമാണ്. അപ്പോൾ ഈ അവസ്ഥയിലൂടെ കുഞ്ഞ് കടന്നു പോവുകയും കുഞ്ഞിനെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ടാണ് പാരന്റ്സ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അതായത് 70% മരണസാധ്യത, ഇനി അതിജീവിച്ചാൽ തന്നെ കുഞ്ഞ് കിടപ്പിലായി പോകും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ എല്ലാം കർത്താവിന്റെ കരുണ കൊണ്ട് അതിജീവിക്കുകയും വ്യാഴാഴ്ചത്തെ ശുശ്രൂഷകളും മറ്റ് ശുശ്രൂഷകളും ഒക്കെ അവര് ഓൺലൈനിൽ വീട്ടിലിരുന്നും ആശുപത്രിയിലിരുന്നും ഒക്കെ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച മിനിയാന്ന് അവര് കുഞ്ഞിനെയുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി. നമുക്ക് അവര് അൾത്താരയിൽ വന്ന് നിന്ന്, അതായത് അധികം ആളുകളുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞിനെ ആശുപത്രിയിലല്ലാതെ ആദ്യമായിട്ട് പുറത്ത് കൊണ്ടുവന്നത് ഇവിടെയാണ്.
അപ്പോൾ ക്രൗഡുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകരുത് എന്നൊരു കർശന നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ് ആൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാതിരുന്നത്. അവര് എഴുതി തന്ന സാക്ഷ്യത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും ദയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജോൺ KT കാവുകലിന്റെ സാക്ഷ്യം. ഞാൻ കരിക്കോട്ടക്കരയിൽ നിന്നും വരുന്നു. വർഷങ്ങളായി മുട്ടുകുത്താൻ സാധിക്കാതിരുന്ന എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ഒക്ടോബർ 5-ാം തീയതി ഞായറാഴ്ചയിലെ രോഗശാന്തി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തതിന്റെ ഫലമായി അച്ഛന്റെ കൂടെ കുരിശടിയിൽ നിന്നും മുട്ടിൽ വലിയാൻ എനിക്ക് സാധിച്ചു. അനേകം വർഷങ്ങളായി മുട്ടിൽ നിന്നിട്ട് എനിക്ക് ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇപ്പോൾ കാൽമുട്ടിൽ ഉറയില്ലാതെ നടക്കാൻ സാധിക്കുന്നു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ ആരാധനയ്ക്ക് വന്നപ്പോൾ കാൽമുട്ടിന് ഉറയിട്ടാണ് വന്നത്. മുട്ടുകുത്തിയിട്ട് അനേക വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. രോഗസൗഖ്യ ആരാധന കഴിഞ്ഞപ്പോൾ മുട്ടയിൽ വലിഞ്ഞ്, അച്ഛന്റെ കൂടെ കുരിശടിയിൽ നിന്ന് മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വിധത്തിൽ കർത്താവ് സൗഖ്യം നൽകിയതിനെ ഓർത്ത് അടിച്ചു നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പേരാവൂരിൽ നിന്നും അന്നയുടെ സാക്ഷ്യം. എൻ്റെ തൊണ്ടയിലും ബ്രസ്റ്റിലും ചെറിയ തടിപ്പുണ്ടായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത് പൂർണ്ണമായി മാറിക്കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമടിച്ച് നന്ദി പറയാം. തൊണ്ടയിൽ ബ്രസ്റ്റ് മാറ്റിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. മാനന്തവാടി അപ്പപ്പാറയിൽ നിന്നും മറിയാമ്മയുടെ സാക്ഷ്യം. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. 2024 ഡിസംബർ മാസത്തിൽ എൻ്റെ ഭർത്താവിന് ഒരു പനി വന്നു. അതിനെ തുടർന്ന് പലവിധ രോഗങ്ങളുണ്ടായി. ഷുഗർ കൂടി, സോഡിയം കുറഞ്ഞു. ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 ദിവസം അവിടെ കിടന്നിട്ടും ഒരു കുറവും ഉണ്ടായില്ല. 5 ദിവസം കഴിഞ്ഞ് ICUവിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസം അവിടെ കിടന്നു. എന്നിട്ടും കുറവൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ആവില അമ്മയോടും കർമ്മല മാതാവിനോടും പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവിന് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ ആവിലായിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്നും മുട്ടിൽ നീന്തി പ്രാർത്ഥിച്ചു കൊള്ളാമെന്നും നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നിന്നും ഉള്ള ലൂസിയുടെ സാക്ഷ്യം. എൻ്റെ കണ്ണിന് തിമിരം വന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. ആവിലായിൽ പോകുവാൻ ബസ് കയറാൻ നിൽക്കുമ്പോൾ എന്ത് വണ്ടിയാണ് വരുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരു ആസ്പത്രിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഞരമ്പിന് പ്രശ്നങ്ങളാണ്, കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പോലും പറ്റുകയില്ല എന്ന് പറഞ്ഞു. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വേറെ ആസ്പത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി, ഒരു കുഴപ്പവുമില്ല. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഇല്ലിപ്പുത്തേറ്റ് സാജു ജോസഫിന്റെ സാക്ഷ്യം. ഞാൻ പയ്യാവൂർ വെമ്പുവ ഇടകവാംഗമാണ്. എനിക്ക് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി വളരെ ശക്തമായ വയറുവേദന വരികയും പരിശോധനയിൽ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് തെളിയുകയും ചെയ്തു. ഉടൻ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. കണ്ണൂർ AKGയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും 2 നിന്നും ഓപ്പറേഷൻ തന്നെയാണ് പറഞ്ഞത്. ഓപ്പറേഷൻ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ ആവിലായിലെത്തി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി പിന്നീട് എനിക്ക് ആ വയറുവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. ആവില അമ്മയ്ക്ക് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ചെമ്പേരിയിൽ നിന്നും മിനിയുടെ സാക്ഷ്യം.
എനിക്ക് BP കൂടി സ്ട്രോക്ക് വന്നു. എൻ്റെ കൈയും കാലും തളർന്നു പോയി. 0 പോയിന്റിലായിരുന്നു അവസ്ഥ. ഡോക്ടേഴ്സ് പോലും ഒരു ഉറപ്പും പറഞ്ഞിരുന്നില്ല. ഞാൻ ആവിലാമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയും എനിക്കുണ്ടായിരുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. എൻ്റെ കൈക്കും കാലിനും ബലം കിട്ടുകയും എനിക്കിപ്പോൾ എണീറ്റ് നടക്കാൻ പറ്റുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. മട്ടന്നൂരിൽ നിന്നും ശിവഗംഗയുടെ സാക്ഷ്യം. ഒക്ടോബർ 2-ാം തീയതി വ്യാഴാഴ്ച ധ്യാനത്തിന് കൂടിയ ശേഷം അച്ഛനോട് എൻ്റെ കാലിലെ ആണിയെക്കുറിച്ച് പറയുകയും ആണിയുള്ള ഭാഗത്ത് അച്ഛൻ്റെ ഉമിനീർ പുരട്ടുകയും ചെയ്ത ശേഷം വൈകുന്നേരം ശ്രദ്ധിച്ചപ്പോൾ കാലിലുള്ള ആണി പൂർണ്ണമായും മാറുകയും അവിടെയുള്ള വേദന മാറിക്കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. മുരിങ്ങോടിയിൽ നിന്നുള്ള ഷീബയുടെ സാക്ഷ്യം. കണ്ണിനെപ്പോഴും ചുവപ്പ് വരുമായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു. ഡോക്ടർ പറഞ്ഞു വെയിലും ചൂടും കൊള്ളരുതെന്ന്. പിന്നെ ഞാൻ പള്ളിയിൽ വന്ന അച്ഛനെ കണ്ട് കാര്യം പറഞ്ഞു. എൻ്റെ വലത് കൈക്കും വളരെ വേദനയായിരുന്നു. അതും ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എൻ്റെ കൺപൊള്ളയിൽ ഉമിനീർ പുരട്ടി തന്നു. എൻ്റെ കണ്ണിൻ്റെ ചുവപ്പും കൈയുടെ വേദനയും പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് എത്തിച്ചൊല്ലാം ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എടൂരിൽ നിന്നുള്ള അലീറ്റ മരിയ സെബാസ്റ്റ്യന്റെ സാക്ഷ്യം. ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പനിയും ചുമയും ബാധിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ന്യൂമോണിയ ആണെന്ന് കണ്ടെത്തി. എൻ്റെ അമ്മ ആവിലായിൽ സാക്ഷ്യം എഴുതിയിടാമെന്നും മുട്ടിലിഴഞ്ഞേക്കാമെന്നും നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ അസുഖം വളരെ വേഗം ഭേദപ്പെട്ടു. കൂടാതെ KTU BTech സെമസ്റ്റർ 4ാം എക്സാം ഉന്നത വിജയം നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൊളക്കാട് നിന്നും അമ്പിളിയുടെ സാക്ഷ്യം. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവനിപ്പോൾ 12 വയസ്സായി. അവനിപ്പോഴും രാത്രിയിൽ കിടന്നു മൂത്രമൊഴിക്കുന്നു. ഞങ്ങൾ അവനെ ഡോക്ടറെ കാണിക്കുകയും മരുന്ന് കഴിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും ആ അവസ്ഥ മാറിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ അവൻ രാത്രിയിൽ കിടന്നു മൂത്രമൊഴിക്കാറില്ല. മകന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് ബന്ധിതനായ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. രാത്രിയിൽ ബെഡിൽ കിടന്ന് മൂത്രമൊഴിച്ചുകൊണ്ടിരുന്ന ആ രോഗാവസ്ഥയിൽ നിന്ന് കർത്താവ് സൗഖ്യം നൽകിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വയനാട്ടിലെ പേരിയിൽ നിന്നുള്ള ജെസ്സിയുടെ സാക്ഷ്യം. സെപ്റ്റംബർ 23-നാണ് ഞാൻ ആവിലാപ്പള്ളിയിൽ വരുന്നത്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് വീഴുകയും നട്ടെല്ല് തെറ്റുകയും ചെയ്തിരുന്നു. തെറ്റിയ എല്ല് പുറത്തേക്ക് തള്ളി ഒരു മുഴ പോലെയായിരുന്നു. ഞാൻ റാപ്സനച്ചനെ കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ ആ തടിപ്പില്ലാതായി. അതുപോലെ ഞാൻ അച്ഛനെ കാണുമ്പോൾ എൻ്റെ വലത് കൈ ഒരാഴ്ചയായി നീരും വേദനയുമായി അനക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അച്ഛൻ 10 കിലോ അരിയുടെ ഒരു ചാക്ക് എൻ്റെ കയ്യിൽ തന്നു. അത് തൂക്കിപ്പിടിച്ച് കുരിശടി വരെ പോയി വരാൻ പറഞ്ഞു. ഞാൻ പോയി വന്നു.
അച്ഛൻ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. 2 ദിവസം കൂടി വേദനയായിരുന്നു. അതിനുശേഷം വേദന പൂർണ്ണമായും മാറി. 10 വർഷത്തിലേറെയായി വേദന കാരണം എനിക്കൊന്ന് ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. ഇപ്പോൾ എൻ്റെ വേദന പൂർണ്ണമായും മാറി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അന്തർ കണ്ടതും ചികിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ചന്ദനക്കാമ്പാറയിൽ നിന്നും ത്രേസ്യാമ്മയുടെ സാക്ഷ്യം. കരൾ വീക്കം വന്ന് കണ്ണൂർ മിംസിൽ കാണിച്ച് അച്ഛന്റെ പ്രാർത്ഥനാ സഹായം ചോദിച്ചു. രോഗം മാറ്റിത്തന്ന ഈശോയ്ക്കും അച്ഛനും നന്ദി പറയുന്നു. അടുത്ത ഒരു സാക്ഷ്യം. എൻ്റെ കാലിൻ്റെ ലിഗമെന്റ് പൊട്ടി ആസ്പത്രിയിൽ കാണിച്ചപ്പോൾ പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് പ്ലാസ്റ്റർ ഇടാതെ കാല് പൂർണ്ണമായും സുഖപ്പെട്ടു. അടുത്ത ഒരു സാക്ഷ്യം. മോൾ കേട്ടക്ക് പരീക്ഷയിൽ 2 പ്രാവശ്യം തോറ്റു. 3ാമത് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതും തോറ്റുപോകുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് വിളിച്ചു ചോദിക്കാൻ അവർ പറഞ്ഞു. 2 വിഷയത്തിന് തോറ്റുപോയി. ആ ഉത്തരം ശരിയാക്കി കൊറിയറിൽ അയച്ചു തരാൻ അവർ തിരിച്ചു വിളിച്ചു പറഞ്ഞു. അങ്ങനെ ചെയ്തു. പിന്നീട് അവൾക്ക് വിജയിച്ച പേപ്പർ നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ വെള്ളൂന്നി ഇടവകയിൽ നിന്നും സിസിലിയുടെ സാക്ഷ്യം. എനിക്ക് കാലിന്റെ മുട്ടിന് താഴെ ചൊറിഞ്ഞു പൊട്ടി ഒരു വിരലിന്റെ നീളത്തിൽ പഴുത്ത് വ്രണമായി വല്ലാതെ ചൊറിച്ചിലും നീറ്റലുമായി. ഞാൻ വളരെ വിഷമിച്ചു. രോഗം മാറി കിട്ടിയാൽ ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നു. അതിന്റെ ഫലമായി അത് പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കേളകത്ത് നിന്ന് ലീലാമ്മയുടെ സാക്ഷ്യം. എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹത്തിനാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ UK-യിലുള്ള മകന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്ന് ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് ഡ്രൈവിംഗ് ലൈസൻസ് നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. പെരുമ്പുന്ന ഇടവകയിൽ നിന്നും അബിന്റെ സാക്ഷ്യം. ഞാൻ ബാംഗ്ലൂർ GNM നഴ്സിംഗ് പഠിക്കുന്നു. ഇപ്പോൾ 2ാം വർഷം പരീക്ഷ എഴുതാൻ തുടങ്ങുന്നു. എൻ്റെ 1ാം വർഷ പരീക്ഷയിൽ എനിക്ക് 4 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റ് മാത്രമേ പാസ്സാകാൻ സാധിച്ചുള്ളൂ. ഞാൻ ഒരുപാട് വിഷമിക്കുകയും അച്ഛനെ വിളിക്കുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ ആവിലാമ്മയുടെ അടുത്ത് വന്ന് മുട്ടിൽ വലിയാമെന്നും മെഴുകുതിരി കത്തിച്ചു കൊള്ളാമെന്നും നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാമിൽ എനിക്ക് നല്ല മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കേളകത്ത് നിന്നുള്ള ഉഷയുടെ സാക്ഷ്യം. എൻ്റെ മകന് ജോലി കിട്ടിയതിന് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ഇത് എഴുതുന്നത്. ജോലി ലഭിക്കുന്നതിനായി ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗം കെട്ടിയിടുകയും റാപ്സനച്ചനെ കണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ മകൻ ആദർശിന് ദുബായിൽ നല്ല ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നല്ല ജോലി ലഭിക്കാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പയ്യാവൂരിൽ നിന്നുള്ള സിബിഐയുടെ സാക്ഷ്യം. എനിക്ക് 2 മാസമായിട്ട്
വയറിന്റെ പുക്കളിന്റെ സൈഡിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മുള്ളു കുത്തുന്ന പോലെയുള്ള വേദന അനുഭവപ്പെട്ടിരുന്നു. ഇരിട്ടി അമല ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ മരുന്ന് തന്നു. മരുന്ന് കഴിക്കുമ്പോൾ കുറയും, അത് കഴിഞ്ഞ് അതുപോലെ പിന്നെയും വേദന വരും. പിന്നെയും ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു അൾട്രാ സ്കാനിങ് ചെയ്യാൻ. അൾട്രാ സ്കാനിങ് പ്രത്യേകിച്ച് അതിലൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു CT സ്കാൻ നടത്താൻ. CT സ്കാനിങ് ചെയ്തപ്പോഴും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അതിലൊന്നും കാണുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ വേദനയുടെ മരുന്ന് കുറിച്ച് തന്നു. അത് കഴിച്ചു. മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ പിന്നീട് വേദന വന്നു. എന്നിട്ട് അടുത്തുള്ള ക്ലിനിക്കിൽ കാണിച്ചു. അപ്പോൾ പറഞ്ഞു കുടലിൽ ഇൻഫെക്ഷൻ ആയതാണെന്ന്, ആന്റിബയോട്ടിക് എടുക്കണമെന്നും പറഞ്ഞു. ഡോക്ടർ അപ്പോൾ 14 ദിവസത്തേക്കുള്ള ആന്റിബയോട്ടിക് തന്നു. 8 ദിവസം കഴിച്ചപ്പോൾ വേദനയ്ക്ക് കുറവുണ്ടായിരുന്നു. കുറവെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ മരുന്ന് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. വേറെ ഗ്യാസിന്റെ മരുന്ന് തന്നു. ആ മരുന്ന് നിർത്തിയപ്പോൾ വീണ്ടും അതുപോലെ വേദന തുടങ്ങി. പിന്നെ ഡോക്ടർ 14 ദിവസം ആന്റിബയോട്ടിക് വീണ്ടും എടുക്കാൻ പറഞ്ഞു. മരുന്ന് തന്നു. മരുന്ന് കഴിക്കുമ്പോഴും ഇടയ്ക്ക് ആ വേദന ഉണ്ടാകുമായിരുന്നു. ഇനി വന്നാൽ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ തോന്നി അച്ഛനെ കണ്ട് കാര്യം പറയാമെന്ന്. അച്ഛനെ കണ്ട് എല്ലാ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന വിശ്വാസം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ഉടനെ തന്നെ എൻ്റെ വയറിന്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മരുന്നോ ലേപനോ ഔഷധമോ ഇല്ല, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ചൊല്ലാം ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മാതാവിന് 1 കോടി നന്ദി. ഷെറിൻ ജോസഫിന്റെ സാക്ഷ്യം. ഞാൻ 1 വർഷമായി ഇസ്രായേലിലേക്ക് പോകാൻ നോക്കിയായിരുന്നു. പക്ഷെ എൻ്റേത് മാത്രം റെഡിയാകുന്നില്ലായിരുന്നു. ഞാൻ മാനസികമായി വളരെയേറെ തളർന്നിരുന്നു. പിന്നീട് വീണ്ടും ഞാൻ മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒക്ടോബർ 19 ഞാനും ഹസ്ബൻഡും വന്ന് അമ്മ ത്രേസ്യായുടെ യാത്രാദണ്ഡ് മുത്തി പ്രാർത്ഥിച്ച് ഇവിടെ എഴുതി കെട്ടിയിട്ട് ഒരു കുർബാനയ്ക്കുള്ള പൈസ കൊടുത്തു. കുർബാനയുടെ രസീത് എഴുതുമ്പോൾ എന്താണ് നിയോഗമെന്ന് ചോദിച്ചു. വിസ തടസ്സമെന്ന് പറഞ്ഞു. ആ കൂപ്പൺ എഴുതി തീർന്നപ്പോൾ തന്നെ ഏജന്റ് വിളിച്ചു പറഞ്ഞു എനിക്ക് മത്താഷ് വന്നു എന്ന്. ഇനി ഞാൻ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ 19 നമ്മുടെ അമ്മ ത്രേസ്യയുടെ യാത്രാദണ്ഡിന്റെ വന്ദനമുണ്ടായിരുന്ന ദിവസം ഇവിടെ പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് അതിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചത് വിസ തടസ്സം മാറാൻ വേണ്ടിയാണ്. ഇവിടെ വന്ന് മുട്ടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ കൗണ്ടറിൽ പോയി നിയോഗം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, അത് എഴുതി തീർന്നിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്, നിങ്ങളുടെ വിസ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. വലിയൊരു അത്ഭുതമാണ്. അമ്മ ത്രേസ്യയുടെ യാത്രാദണ്ഡ് വന്ദിച്ച് പ്രാർത്ഥിച്ച ഒത്തിരിയേറെ മക്കള് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതിനെ കുറിച്ചും യാത്രയിൽ ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിയതിന്റെ സാക്ഷ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പയ്യാവൂരിൽ നിന്നും രാധയുടെ സാക്ഷ്യം. ഞാൻ ആവിലായിൽ വരാൻ തുടങ്ങിയിട്ട് 3 കൊല്ലം കഴിഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശോ തന്നു. എന്നാൽ എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. മകളുടെ വിവാഹവും അടുത്തു വന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് കാരണം ഞാൻ
വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു ടൈൽസ് കടയിൽ നിന്നും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മാർബിൾ കടമായിട്ട് തരാം, പൈസ ഉള്ളപ്പോൾ തന്നാൽ മതിയെന്ന്. അവർ മാർബിൾ കൊണ്ടുവന്ന് തരികയും അതിനുള്ള പണിക്കാരെ ഏർപ്പാട് ചെയ്തു തരികയും ചെയ്തു. അതുപോലെ എൻ്റെ അടുത്തുള്ള എല്ലാവരും എന്നെ സഹായിച്ചതുകൊണ്ട് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകുകയും മകളുടെ കല്യാണം ഭംഗിയായി നടക്കുകയും ചെയ്തു. ഞങ്ങൾ വീട്ടിൽ കയറിക്കൂടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഭവന നിർമ്മാണം പൂർത്തിയായി, മകളുടെ വിവാഹം നടന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. സുനിതയുടെ സാക്ഷ്യം. എൻ്റെ സഹോദരൻ ഗണേശന് വേണ്ടിയാണ് ഞാൻ ഈ 2 കിഡ്നിയും തകരാറായി ഡയാലിസിസ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് തന്നെ സ്ട്രോക്കും വന്നു. പെട്ടെന്ന് അമല ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ നിന്ന് പറഞ്ഞു പെട്ടെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. 1 മാസം ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അച്ഛൻ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്നു. അച്ഛനെ കാണാൻ പറ്റിയില്ല. 16-ാം തീയതി ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോ എൻ്റെ സഹോദരന് ഇന്ന് തന്നെ തിരിഞ്ഞു കിടക്കാനും തന്നെ എണീറ്റിരിക്കാനും സാധിക്കണമേ എന്ന്. 10 വ്യാഴാഴ്ച വന്ന് ഞാൻ മുട്ടിൽ വലിഞ്ഞോളാമെന്ന് നേരുകയും ചെയ്തു. ആ വെള്ളിയാഴ്ച തന്നെ എൻ്റെ സഹോദരൻ തിരിഞ്ഞു കിടക്കുകയും പിടിച്ചു നടക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. രാധ എന്ന് പറയുന്ന സഹോദരി പ്രാർത്ഥിച്ചു. ഗണേഷിന് സ്ട്രോക്ക് വന്നിരിക്കുന്ന കിടപ്പായ അവസ്ഥയിൽ നിന്ന് 16-ാം തീയതി വ്യാഴാഴ്ച പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ച എഴുന്നേറ്റ് നടക്കാനുള്ള കൃപ കർത്താവ് കൊടുത്തു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാഹിക്കടുത്ത് അഴിയൂരിൽ നിന്നുള്ള വിനോദ് കുമാറിന്റെ സാക്ഷ്യം. ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പൈശാചിക ശക്തികളുടെ ഉപദ്രവം കാരണം ജീവിതത്തിൽ തുടർച്ചയായി ദുരിതങ്ങൾ ഉണ്ടാവുകയും ഹൈന്ദവ രീതിയിൽ നിരവധി പൂജകളും വഴിപാടുകളും നടത്തിയെങ്കിലും ലക്ഷക്കണക്കിന് രൂപ കടത്തിലാവുകയല്ലാതെ ഒരു നേട്ടവും കൈവരിക്കാൻ കഴിഞ്ഞില്ല. 1.5 വർഷം മുമ്പ് ജീവിതത്തിൽ രക്ഷ പ്രാപിക്കാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന അന്വേഷണത്തിലായിരുന്നു ഞാൻ. എൻ്റെ ഒരു സുഹൃത്ത് മുഖേന കോഴിക്കോടുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ എത്തിപ്പെടുന്നതും അങ്ങനെയാണ്. യേശുവാണ് ഏക രക്ഷകൻ എന്ന് മനസ്സിലാക്കി ക്രൈസ്തവ രീതിയിൽ ജീവിക്കാൻ ഞാൻ തുടങ്ങി. കഴിഞ്ഞ 2 മാസം മുമ്പ് എനിക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെയൊരു സാക്ഷ്യം പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ യാതൊരു ജോലിയും ചെയ്യാതെ തന്നെ എനിക്ക് പെട്ടെന്ന് നടുവേദന വരികയും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. തുടർന്ന് 2 മാസത്തോളം വീട്ടിൽ അനങ്ങാൻ സാധിക്കാതെ കിടന്നു. കഴിഞ്ഞ ആഗസ്റ്റ് മാസം അവസാനം ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ആവില പള്ളിയെക്കുറിച്ചും ബഹുമാനപ്പെട്ട റാപ്സൻ അച്ഛനെ കുറിച്ചും അറിയുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് മാസം അവസാനം ഒരു ദിവസം ഉച്ചയ്ക്ക് അച്ഛനെ കാണാൻ 3 ബസ് മാറി മാറി കയറി വളരെയേറെ വേദന സഹിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എത്തി. ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിയപ്പോൾ പ്രാർത്ഥനാ സമയത്ത് എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേദന കാരണം അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല. വേദന സഹിച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം 6:30 വരെ ഇവിടെ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചത്. അച്ഛൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോൾ വേദന സഹിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ മുട്ടുകുത്തി. പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് പിന്നീട് ആശ്വാസം തോന്നി. വേദന കുറഞ്ഞു വന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഈ രോഗം വരുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണോ നടന്നത് അതുപോലെ എനിക്ക് നടക്കുവാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ അത്ഭുതകരമായ ഈ അനുഭവം ഈശോയിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും പല സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എൻ്റെ അനുഭവം പങ്കുവെക്കുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥന ശക്തമായി ഈശോയെ കൂടുതൽ അറിയുവാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ.
ഈശോയേ കാറ്റും കടലും ശാന്തമായതും യേശുനാമത്തിൽ പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. പയ്യാവൂരിൽ നിന്നുമുള്ള അരുൺ ഡി ആന്റണിയുടെ സാക്ഷ്യം. റാപ്സനച്ഛന്റെ പ്രാർത്ഥന കൊണ്ടും ഈശോയുടെ അനുഗ്രഹം കൊണ്ടും 4 വർഷമായി കിട്ടാതെ ഇരുന്ന വിസ ലഭിച്ചു. വരുന്ന 6-ാം തീയതി ഞാൻ യൂറോപ്പിലേക്ക് പോവുകയാണ്. വിശ്വാസം ഇല്ലാതിരുന്ന എനിക്ക് നല്ലൊരു വഴി കാണിച്ചു തന്ന റാപ്സനച്ഛന് 1000 നന്ദി പറയുന്നു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിസ തടസ്സം മാറാനും വിസ ലഭിക്കാനും ജോലി ലഭിക്കാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഈരായ്ക്കൊല്ലിയിൽ നിന്നും പ്രീതയുടെ സാക്ഷ്യം. എൻ്റെ മകൾ നന്ദന അനിൽകുമാറിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾക്ക് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മെഡിക്കൽ കോഡിൻ്റെ CPC എക്സാമിൻ്റെ ഭാഗമായി ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് തിങ്കളാഴ്ച പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ഹാൾ ടിക്കറ്റും ഒരു കുരിശിൻ്റെ മോതിരവും വാങ്ങി അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ച രാവിലെ എൻ്റെ മകൾ കൊച്ചിയിലേക്ക് പോയി. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 2:20 വരെ എക്സാം നടന്നു. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 77,500 രൂപ ഫീസ് കൊടുത്താണ് എക്സാം എഴുതുന്നത്. എക്സാം പാസ്സായില്ല എങ്കിൽ ആകെ തളർന്നു പോകുന്ന അവസ്ഥയിലായി. എക്സാമിൻ്റെ രാവിലെ ബുധനാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ മകളുടെ നേരെ അത്ഭുതങ്ങൾ കാണിക്കണമേ ഈശോയെ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ വീട്ടിലെത്തിയപ്പോഴേക്കും റിസൾട്ട് വന്നു. 76% മാർക്കോടെ എൻ്റെ മകൾ പാസ്സായി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നന്ദന മകൾ പരീക്ഷ എഴുതിയ സമയത്ത് പ്രസീത എന്ന് പറയുന്ന സഹോദരി അമ്മ ദിവ്യകാരുണ്യത്തിന്റെ ഇവിടെ വന്ന് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് മകൾക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മക്കള് പരീക്ഷ എഴുതുമ്പോ അമ്മമാര് മൊബൈല് നോക്കിക്കൊണ്ടിരിക്കരുത്. വായിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കുവൈറ്റിൽ നിന്നും ഷേർലിയുടെ സാക്ഷ്യം. എൻ്റെ മകൾക്ക് ഇരട്ട കുട്ടികളാണുള്ളത്. ജൂലൈ 25-ന് അവർക്ക് 1 വയസ്സായി. അവരെ നോക്കാൻ എനിക്ക് പോകണമായിരുന്നു. വിസ കിട്ടുവാൻ വേണ്ടി ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒരു വ്യാഴാഴ്ച ഞാൻ അച്ഛനെ കണ്ട് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ എനിക്ക് വേണ്ടി ബന്ധിതനായ ഈശോയുടെ ഫോട്ടോ തന്നിട്ട് പറഞ്ഞു, ഇത് പാസ്പോർട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാൻ. അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മോൾ പറഞ്ഞു വിസ കിട്ടിയെന്ന്. ആവിലായിൽ വരുമ്പോഴെല്ലാം ഞാൻ മുട്ടിലിഴയുകയും സാക്ഷ്യം കെട്ടിയിടുകയും ചെയ്യുമായിരുന്നു. വേഗം തന്നെ കുവൈറ്റിലേക്കുള്ള പേപ്പർ വർക്ക് ചെയ്യുകയും ഞാൻ കുവൈറ്റിൽ എത്തിച്ചേരുകയും ചെയ്തു. 9 മണിക്കുള്ള ശുഭരാത്രി വചന ശുശ്രൂഷ ഞാൻ എപ്പോഴും കൂടാറുണ്ടായിരുന്നു. അതിലൂടെ എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ലഭിക്കുമായിരുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വിസ തടസ്സം മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. പാസ്പോർട്ടിൽ വെക്കാനുള്ള ബന്ധിതനായ ഈശോയുടെ ഫോട്ടോയുമായി വീട്ടിൽ ചെന്നപ്പോഴേക്കും ഇതാ വിസ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എല്ലാ ദിവസവും രാത്രി 9 മണിക്കുള്ള ശുഭരാത്രി ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊന്ന് കരമുയർത്താവോ? പങ്കെടുത്ത് തുടങ്ങിയിട്ടില്ലാത്തവരൊന്ന് കരമുയർത്താവോ? 9 മണിക്ക് നിങ്ങൾക്ക് ഇന്ന് മുതൽ അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിൽ പങ്കെടുക്കാനുള്ള QR കോഡ് സ്റ്റാളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്കാൻ ചെയ്തെടുക്കാവുന്നതും വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന്റെ ശുഭരാത്രി വചന ശുശ്രൂഷയുടെ ലിങ്ക് വരുന്നതുമാണ്. അതുപോലെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ അത് ഇവിടെ നിന്ന് സ്ട്രീം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പയ്യാവൂരിൽ നിന്നും അഖിലിന്റെ സാക്ഷ്യം. ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കുകയാണ്.
പെട്ടെന്ന് തന്നെ ഞാൻ ഒരു മൊഡ്യൂൾ എക്സാം എഴുതുവാൻ തീരുമാനിച്ചു. അതേ തുടർന്ന് ആവില പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി എക്സാം എഴുതിയപ്പോൾ ഞാൻ പാസ്സാകുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ജർമ്മൻ B2വിന്റെ പരീക്ഷ ഫുൾ മൊഡ്യൂൾ ക്ലിയർ ചെയ്യാൻ കർത്താവ് കൃപ കൊടുത്തതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ചന്ദനക്കാമ്പാറയിൽ നിന്നും സുജിതയുടെ സാക്ഷ്യം. എൻ്റെ ഹസ്ബൻഡ് ഇസ്രായേലിൽ ജോലി ചെയ്യുകയാണ്. കുറച്ചുനാൾ മുമ്പ് ജോലിയില്ലാതെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. വിസ ഇല്ലാതെ നിയോഗം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് താമസമില്ലാതെ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ നിന്നും 2 അപകടങ്ങൾ സംഭവിച്ചു. എന്നാലും അതിൽ നിന്നെല്ലാം എൻ്റെ ഭർത്താവ് സുഖപ്പെട്ടു. വീണ്ടും ഞാൻ നിയോഗം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ജോലി കിട്ടി. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉയർന്ന ശമ്പളത്തോടെയുള്ള ജോലിയാണ് കിട്ടിയത്. ലക്ഷങ്ങളോളം കടമുണ്ടായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ കടം 3/4 ഭാഗത്തോളം ഇപ്പോൾ തീർക്കാൻ സാധിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നല്ല ജോലി ലഭിക്കാനും കടബാധ്യതകളിൽ നിന്ന് കുടുംബത്തിന് വിടുതൽ കിട്ടാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പയ്യാവൂരിൽ നിന്നും ജോബിനയുടെ സാക്ഷ്യം. എൻ്റെ ഭർത്താവിന് അമിതമായ മദ്യപാനമായിരുന്നു. ജനുവരി മാസത്തിൽ ഒരു വ്യാഴാഴ്ച ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം 9 മാസമായി എൻ്റെ ഭർത്താവ് ഇതുവരെ മദ്യപിച്ചിട്ടില്ല. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. മദ്യപാനത്തിന്റെ ആ ബന്ധനത്തിൽ നിന്ന് കർത്താവ് അനേകം മക്കൾക്ക് വിടുതൽ കൊടുക്കുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരിക്കോട്ടക്കരിയിൽ നിന്നും ലില്ലിയുടെ സാക്ഷ്യം. എനിക്ക് കിട്ടിയ 2 അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം ഞാൻ പറയുന്നു. എൻ്റെ മോൾ CA പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി വന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് 13 ആഴ്ച ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വന്ന് പ്രാർത്ഥിക്കുകയും മുട്ടിലിഴയുകയും ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ അപേക്ഷ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി മോൾ CA പാസ്സാവുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ മോന് ബിസിനസ് സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ നടക്കാനുണ്ടായിരുന്നു. അതും സാധിച്ചു കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എടൂരിൽ നിന്നും ഷാജ്മയുടെ സാക്ഷ്യം. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്തൃവീട്ടിൽ നിന്നുള്ള പീഡനവും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം വളരെയധികം വിഷമത്തിലാണ് കഴിഞ്ഞു പോന്നത്. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ ചാച്ചൻ എപ്പോഴും മക്കളെ പിറക്കി എവിടെയെങ്കിലും പോയി താമസിക്കാൻ പറയുമായിരുന്നു. ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും രാത്രിയിലെ ശുഭരാത്രി വചന ശുശ്രൂഷയിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും രാവിലെ 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും 33 പ്രാവശ്യം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി ഭർത്തൃവീട്ടിൽ നിന്നും 10 സെന്റ് സ്ഥലം തരികയും അതിൽ 1 രൂപ പോലും എനിക്ക് ചിലവില്ലാതെ എടൂർ പള്ളിയിൽ നിന്നും കർത്താവ് നല്ലൊരു ഭവനം പണിതു തന്നു. ഈ ജൂലൈ 14-ാം തീയതി വെഞ്ചിരിപ്പും കഴിഞ്ഞു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും